നമസ്കാരം. ഗസയിൽ കൂട്ടക്കൊരുതിയും യുദ്ധക്കുറ്റങ്ങളും മുൻനിർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതോടെ തന്നെ ആകെ പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം തന്നെ. കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം നേരിടുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ. 120ഓളം രാജ്യങ്ങളിൽ കാല് കുത്തിയാൽ നെതന്യാഹുവും യോവ് ഗാലന്റും അറസ്റ്റിലാകും എന്നതാണ് ഇന്നലെ മുതൽ പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. എവിടേക്കും പോകാനാകാത്ത ഒരവസ്ഥ തന്നെയാണ് എന്ന് പറയാം. 120ഓളം രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഭൂരിഭാഗം നല്ല രാജ്യങ്ങളെല്ലാം ഈ പട്ടികയിലുണ്ട്. കോടതി നടപടി അംഗീകരിക്കുമെന്ന് ഇറ്റലിയും ഡെൻമാർക്കും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗസയിൽ ആയിരങ്ങളുടെ കുരുതിയും ആശുപത്രി സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർത്തുള്ള യുദ്ധക്കുറ്റങ്ങളും മുൻനിർത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർക്കെതിരെ തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ICC പ്രീ ട്രയൽ ചേംബർ 1 3 ജഡ്ജിമാർ ഒറ്റക്കെട്ടായാണ് വാറന്റ് കൈമാറാൻ തീരുമാനിച്ചത്. ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഹമാസ് നേതാവ് മുഹമ്മദ് ദൌയിഫിനും അറസ്റ്റ് വാറന്റുണ്ട്. ദൌയിഫിനെ കൊലപ്പെടുത്തിയതായി തന്നെ നേരത്തെ ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗസ നിവാസികൾക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവ നിഷേധിച്ച നടപടി കൂട്ടമരണങ്ങൾക്ക് ആക്കം കൂട്ടിയതായി തന്നെ കോടതി നിരീക്ഷിച്ചു പറഞ്ഞു. ആസൂത്രിത അതിക്രമങ്ങളും കൂട്ടക്കുരുതികളുമാണ് നെതന്യാഹുവും യോവ് ഗാലന്റും ഗസയിൽ നടപ്പാക്കിയതെന്ന് വിലയിരുത്തിയതെന്നും ഇപ്പോൾ കോടതി നടപടിയിൽ പറയുന്നു. ICC അംഗരാജ്യങ്ങളിൽ ഇസ്രായേൽ നേതാക്കൾ എത്തിയാൽ അറസ്റ്റ് അനിവാര്യമാകും. തുടർന്ന് ഹേഗയിലെ ICC ആസ്ഥാനത്ത് ഇവരെ വിചാരണ തന്നെ ചെയ്യാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ആസ്ഥാനത്ത് ഇവരെ വിചാരണ വിധേയമാക്കണമെന്നാണ് ചട്ടത്തിൽ തന്നെ പറയുന്നത്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും കോടതിയെ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ തന്നെ എളുപ്പമാകില്ല എന്ന് പറയുന്നു. കോടതിയുടെ സ്വതന്ത്ര സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന തീരുമാനം നടപ്പാക്കുമെന്ന് തന്നെ ഇറ്റലിയും ഡെൻമാർക്കും പ്രതികരിച്ചു. കോടതി നടപടിയോടെ തന്നെ ആഗോളതലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടും. ഇസ്രായേൽ നേതാക്കൾക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച തീരുമാനത്തെ ഹമാസും ഫലസ്തീൻ കൂട്ടായ്മകളും സ്വാഗതം ചെയ്തു. അറബ് മുസ്ലിം രാജ്യങ്ങളും നീക്കത്തെ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. സെമിറ്റിക് വിരുദ്ധ നടപടിയെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടെ ഗസയിൽ 13 മാസമായി ഇസ്രായേൽ തുടരുന്ന വംശഹത്യയിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം 44,000 കവിഞ്ഞു. ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 44,056 പേരാണ് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് പേരുടെ മൃതദേഹം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഗസയിലും ലബനാനിലും ഇസ്രായേൽ ആക്രമണങ്ങളിൽ തന്നെ ഇന്നലെയും 100ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹമാസ് നേതാവ് മുഹമ്മദ് ദൌയിഫിനെതിരെയും അറസ്റ്റ് വാറന്റ് ഉണ്ട്. കോടതിയുടെ ഭാഗമായ 120ലധികം രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും പോയാൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ 2023 ഒക്ടോബർ 8-നും 2024 മെയ് 20-നും ഇടയിൽ തന്നെ ഗസയിൽ നടത്തിയ യുദ്ധക്കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് നെതന്യാഹുവിനും ഗാലന്റിനും എതിരായ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതെന്ന് കോടതി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗസയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്ന്, വൈദ്യസഹായം എന്നിവ ഒന്നും തന്നെ ഇന്ധനവും വൈദ്യുതിയും എല്ലാം തന്നെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയും ഇവർക്ക് നൽകുകയും ചെയ്തിട്ടില്ല. ഇത് വിശ്വസിക്കാൻ ന്യായങ്ങളുണ്ട് എന്നും പ്രസ്താവനയിൽ തന്നെ വ്യക്തമാക്കുന്നു. കോടതിയിൽ തന്നെ അധികാര പരിധി സംബന്ധിച്ച് ഇസ്രായേലി വാദങ്ങളും കോടതി എതിർത്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം കോടതി എതിർക്കുകയായിരുന്നു. കോടതിയുടെ അധികാര പരിധിയിൽ ഫലസ്തീൻ വരുന്നതാണെന്നും അതിനാൽ തന്നെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. മറ്റൊരു പ്രസ്താവനയിലാണ് ഗസയിൽ ഹമാസ് നേതാവ് മുഹമ്മദ് ദൌയിഫിനെതിരായ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്.